മാസപ്പടി കേസിൽ CPM ചക്രവ്യൂഹത്തിൽ തന്നെയാണ്. കാരണം ഇത് വളരെ ലഘുവായിട്ടാണ് CPM ആദ്യം എടുത്തത്. CMRL എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടിയായി 5 ലക്ഷം രൂപ വീണ വിജയനും കമ്പനിയുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ ഉടമസ്ഥയ്ക്കും 3 ലക്ഷം രൂപ കമ്പനിക്കും കൊടുത്തു എന്നതാണ് തുടക്കം. ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. CMRLന്റെ കർത്താവിന്റെ ഒരു ഡ്യൂപ്പ് കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ ലോണായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കമ്പനി കാണാനില്ല. ഏതായാലും 2.25 കോടി രൂപയോളം വീണ വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കുന്ന കാലത്ത് റിയാസിന്റെ ഭാര്യയല്ല വീണ. 2020 കല്യാണം കഴിഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത പണം, ഇതിലാണ് അന്വേഷണം വന്നത്. ഈ അന്വേഷണത്തിന് 2 തലമുണ്ട്. ഒന്ന് ഇതിന്റെ അഴിമതി തലമാണ്. ആ സ്ഥലത്തേക്ക് ഇതുവരെ കേസ് പോയിട്ടില്ല. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ കൊടുത്തത് എന്നും അതുകൊണ്ട് എന്തെല്ലാം അഡ്വാൻറ്റേജ്, എന്തെങ്കിലും ലാഭം, ഗുണം കമ്പനിക്ക് ഉണ്ടായോ എന്നുമുള്ള ചോദ്യമാണ് അഴിമതി ഭാഗത്തേക്ക് നയിക്കുക. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ED പോയത് മറുവശത്താണ്. ഈ പണം എങ്ങനെ വന്നു, എന്തിനുപയോഗിച്ചു, ഇതിന് നികുതി കെട്ടി എന്നൊക്കെയാണ് അന്ന് പാർട്ടിക്കാർ പറഞ്ഞു. പാർട്ടിക്കാർ ഇതിനെ ഭയങ്കരമായി ന്യായീകരിച്ചു. ന്യായീകരിക്കുമ്പോഴും വളരെ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. വീണ വിജയനെ ന്യായീകരിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അവരുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പാർട്ടി ഓഫീസായ AKG സെന്ററിലാണ്. അഡ്രസ്സാണ് അവരുടെ കമ്പനിയുടെ അഡ്രസ്സ്. AKG സെന്റർ ഒരു കമ്പനിയുടെ അഡ്രസ്സായിട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ആധികാരികതയാണ്. പാർട്ടി അറിയാതെ അങ്ങനെ കൊടുക്കില്ല. അപ്പൊ വീണ വിജയന്റെ ബിസിനസ് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന രൂപത്തിലാണ് ആദ്യം മുഴുവൻ വാർത്ത വന്നത്. പാർട്ടി ഒന്നടങ്കം വീണ വിജയനെ സപ്പോർട്ട് ചെയ്തു. ചാനലിലൊക്കെ വന്നിരുന്ന് വീണയ്ക്ക് എന്താ ബിസിനസ് നടത്തിക്കൂടെ, വീണയ്ക്ക് എന്താ ഒരു പെൺകുട്ടിയല്ലേ, അവര് നല്ല ബ്രൈറ്റ് ആണ്, ബ്രില്യൻ്റ് ആണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്വാശ്രയ കോളേജിൽ എങ്ങനെയാ പഠിക്കാൻ ജോയിൻ ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. അത് ഞാനൊന്നും പറയണില്ല. ഏതായാലും ഇവർക്ക് എങ്ങനെ പൈസ കിട്ടിക്കൂടെ, അത് ടാക്സ് അടച്ചിട്ടുണ്ടല്ലോ, ബാങ്ക് വഴിയല്ലേ ഇടപാട്, പിന്നെ ഇതിലെന്താ തട്ടിപ്പ്, ഇതൊക്കെയാണ് ചോദ്യം. ആ ചോദ്യമൊക്കെ പാർട്ടിക്കാർ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ കേസിന്റെ 2ാം ഘട്ടം കിടക്കുമ്പോൾ ഇപ്പോ മാസപ്പടിയിൽ നിന്ന് കേസ് കുറച്ചുകൂടി വളർന്നിരിക്കുന്നത് എങ്ങനെയാ? ED അന്വേഷിക്കുന്നത് മണി ലോണ്ടറിംഗ് ആണ്. PMLA ആക്ട് എന്ന് പറയുന്നത് നിയമമനുസരിച്ച് മണി ലോണ്ടറിംഗ്, ഒരാൾക്ക് പൈസ വന്നിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനെ വന്നു, എങ്ങനെ കൊടുത്തു എന്നതൊരു ചോദ്യമാണ്. എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നാളെ 50,000 രൂപയിൽ കൂടുതൽ വന്നാൽ ആരാണ് അത് അയച്ചതെന്നും അയാളുടെ KYC എന്താണെന്നും എനിക്കത് തരുന്നത് എന്തിനാണെന്നും, ഞാൻ അത് അഴിമതി പണമാണോ നോക്കേണ്ട കാര്യം ഇടിക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ പൈസ തരാൻ അയാൾക്ക് എന്താ ബാധ്യതയെന്നും ഇത് അന്വേഷിക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടാണ് വീണ വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു, അവരുടെ ഭർത്താവിന്റെ വീട് റെയ്ഡ് ചെയ്തു, അവരുടെ അച്ഛന്റെ വീട് റെയ്ഡ് ചെയ്തു. അപ്പോഴാണ് വലിയ EDക്കെതിരെ കലാപം ഉണ്ടായതും കുറെ ആളുകൾ ജയിലിൽ പോയി കിടക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതും കഴിഞ്ഞ് ഇപ്പോൾ ഈ ഡയറി കണ്ടുകെട്ടുകയും ആ ഡയറിയിൽ ഇവർ സൂചിപ്പിച്ചിട്ടുള്ള പേരുകൾ ED റെയ്ഡ് ചെയ്യുകയും ചെയ്തു. അത് റിയാസിന്റെ പേരുണ്ട്, ഷുവറായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പോൾ റിയാസിന് തെരഞ്ഞെടുപ്പിന് പൈസ കൊടുത്തു എന്നുള്ളത് ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല. വീണ വിജയന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ എൻ്റെ ഭർത്താവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഞാൻ കൊടുത്താൽ അതിൽ ഒരു തെറ്റും കാണാൻ പറ്റില്ല. അതിനെന്താ തെറ്റ്? ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു, ആ പണം കാണിച്ചിട്ടുണ്ടോ, അതിന് ടാക്സ് ഉണ്ടോ, അതൊക്കെ വേറെ കാര്യം. അപ്പൊ അത് തെറ്റല്ല. പക്ഷെ റിയാസ് ഇത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പണം എനിക്ക് കിട്ടി എന്നും എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നു എന്ന് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. മാത്രമല്ല ഒരു ഫേക്ക് കമ്പനി, ഒരു ഷെൽ കമ്പനി, ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടെന്നും ആ കമ്പനി വഴിയും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ട്. അവിടെയും റിയാസിന് ഡിഫൻസ് ഉണ്ട്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ പേര് തന്റെ അഫിഡാവിറ്റിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ സ്വത്തൊക്കെ കാണിക്കണം. അതുകൊണ്ട് അതിൽ 10 ലക്ഷം രൂപ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അത് 15 ഉണ്ടായിരുന്നു വരുന്നു. എന്തായാലും അതിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ, അത് തെരഞ്ഞെടുപ്പ് കേസാണ്. പക്ഷേ റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് അതിൽ 2 പേർ പാർട്ടിക്കാരാണ്, നിഖിലും മറ്റൊരാൾ. നിഖിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, റിയാസുമായി വളരെ അടുപ്പമുള്ള ആളാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നടത്തുന്ന കമ്പനിക്ക് ആണ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാവാം. അല്ലാത്ത ആളുകൾക്കും വീണ പൈസ കൊടുത്തിട്ടുണ്ട്.
അതെന്തിനു കൊടുത്തു? ആ കൊടുത്തതിന് കണക്കൊന്നും വന്നിട്ടില്ല, എന്തായാലും വന്നിട്ടില്ല. അപ്പോൾ അതെന്തിനു കൊടുത്തു? ചോദ്യം സ്വാഭാവികമാരാ. അത് മാത്രമല്ല, 85 ലക്ഷം രൂപയോളം വിദേശ കറൻസിയായി ദിർഹമായി ഇവിടുന്ന് ദുബായിലേക്ക് അയച്ചിട്ടുണ്ട്. അത് കണ്ടെത്തിയെന്ന് മാത്രമല്ല, അത് ഇവരുടെ സിമ്മിൽ നിന്നല്ല, വേറൊരാളുടെ സിമ്മിൽ നിന്ന്, നന്ദുലാൽ എന്ന് പറയുന്ന ഒരാളുടെ സിമ്മിൽ നിന്നാണ്. അതെന്നെ ഒരു തെറ്റാ. ഞാൻ എൻ്റെ പൈസ വേറൊരാളുടെ സിമ്മിൽ അയക്കുന്നത് തന്നെ എനിക്കൊരു ഒരു പൊരുത്തക്കേടുണ്ട്. നന്ദുലാൽ മൊഴി കൊടുത്തു എന്ന് പറയുന്നു. വീണയും റിയാസും പറഞ്ഞിട്ടാണ് ഞാൻ ആ സിം എടുത്തത്, അവരാണത് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നന്ദുലാൽ മറുപടി പറയേണ്ടി വരും, ഈ കാശ് അവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ അയാൾ പോകും, അയാൾ ഒഴിഞ്ഞു, എൻ്റെ കാശല്ല, അവരയച്ചു. അപ്പോൾ ആ ചോദ്യമുണ്ട്. അതിൽ നിയമം പാലിച്ചിട്ടുണ്ടോ? മണി ലോണ്ടറിങ് ഉണ്ടായിട്ടുണ്ടോ? റിവേഴ്സ് ഹവാല ഉണ്ടായിട്ടുണ്ടോ? നികുതികൾ അടച്ചിട്ടുണ്ടോ? ഇങ്ങനെ 100 ചോദ്യം ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരും. അപ്പൊ റിയാസിന്റെ സുഹൃത്തുക്കളും പാർട്ടി സഖാക്കളും അടക്കമുള്ള ആളുകൾ ഈ നെറ്റ്വർക്കിൽ വന്നിരിക്കുന്നു എന്നത് CPM കുറച്ചൊന്നുമല്ല പേടിപ്പിച്ചത്. ഇനി 20 കോടി രൂപയോളം ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കമ്പനിയിൽ നിന്ന്, അല്ലെങ്കിൽ വീണയിൽ നിന്ന് എന്ന് വന്നാൽ അതിന്റെ അടുത്ത ഗുരുതരം വരും. ഈ പൈസ എവിടെ നിന്ന് വന്നു? കർത്താവ് 2.25 കോടിയല്ലേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി പൈസ എവിടെ നിന്ന് വന്നു? ആ ചോദ്യം തീർച്ചയായും ED ചോദിക്കും. ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ എനിക്കൊരാൾ പൈസ തരണ്ടേ? ഞാൻ ദുബായിക്ക് പൈസ അയക്കുന്നു, എന്തിനയച്ചു? അവിടെ ആർക്കാ പൈസ അയച്ചത്? മകനാണോ? അവരുടെ സഹോദരൻ അവിടെ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞു അബുദാബിയിലോട്ട്, അവർക്ക് അയച്ചതാണോ? എനിക്കറിയില്ല. അങ്ങനെയാണത് പറയണം. എൻ്റെ സഹോദരൻ്റെ കുറച്ച് പൈസ ആവശ്യമുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അയച്ചു, സ്വാഭാവികം. പക്ഷെ അപ്പോഴും നികുതിയും വരുമാനവും ഒക്കെ കാണിക്കണം, അത് വേറെ വിഷയം. മൂന്നാമത്തെ വിഷയം വന്നത് ഈ 20 കോടി ആർക്കൊക്കെ അയച്ചു, എന്തിനയച്ചു, അതിന്റെ വരുമാനം വന്നു. ഇവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വീണയെ കൈയൊഴിയുകയല്ലാതെ നിവർത്തിയില്ലെന്നായി. വീണയുടെ ബിസിനസ്സുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നിപ്പോൾ തീരുമാനമായി. ഇന്നലെ കോഴിക്കോട് വലിയ വിശദീകരണ യോഗം നടത്തുമ്പോഴും വീണയെ ന്യായീകരിക്കാൻ ഗോവിന്ദൻ പോയിട്ടില്ല. ഗോവിന്ദൻ പോയില്ല. വീണയുടെ ബിസിനസ് ചെയ്യണം. പക്ഷെ പിണറായി വിജയൻ പറഞ്ഞു എൻ്റെ മകളായതുകൊണ്ട് കേസെടുക്കുന്നതാണ്. അങ്ങനെ പാർട്ടിക്ക് അഭിപ്രായം ഉണ്ടോ എന്നറിയില്ല. ഇത് പാർട്ടിയുടെ ഒരു പ്രതിസന്ധി. റിയാസിലേക്ക് വന്നാൽ, റിയാസിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കോഴിക്കോട് തന്നെ പാർട്ടി പ്രവർത്തകർക്ക് സംശയമുണ്ട് എന്ന് മുമ്പ് തന്നെ അറിയാമായിരുന്നു. അങ്ങനെയാണ് വലിയ തോൽവി കോഴിക്കോട് ജില്ലയിൽ CPM ഉണ്ടായത്. അവിടുത്തെ പരമ്പരാഗത കേളുവെട്ടനടക്കമുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്ന സ്ഥലത്താണ് ഒരു രാഷ്ട്രീയ കച്ചവടക്കാരൻ അധികാരത്തിലെത്തുന്നതും അത് പിണറായിയുടെ മരുമകൻ എന്ന അർത്ഥത്തിലാണെന്നുള്ളതും അവിടെയുള്ള നിലവിലുള്ള നേതാക്കന്മാരെ മുഴുവൻ നിഷ്പ്രഭരാക്കി ഇദ്ദേഹം വന്നു എന്നുള്ളതും വലിയ തോതിൽ കോഴിക്കോട് ചർച്ചയായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. ആ ഒരു ഘട്ടത്തിലാണ് റിയാസ് ഇതിൽ കുടുങ്ങിയാൽ എന്താണ് സംഭവിക്കുക, റിയാസ് കുടുങ്ങിയാൽ പിണറായി വിജയനിലേക്ക് വരുമോ എന്നുള്ളത് അടുത്ത വിഷയം. അതിപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇതിനെ നേരിടാൻ കഴിയും? നാളെ റിയാസിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ, അറസ്റ്റ് ചെയ്യണമെന്നില്ല, കാരണം എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയാൽ പിന്നെ അറസ്റ്റ് ചെയ്യണ്ട. കിട്ടിയാൽ പിന്നെ പാർട്ടിക്ക് എന്ത് പറയാൻ പറ്റും? EDയുടെ പത്രക്കുറിപ്പ്, ED സാധാരണ പത്രക്കുറിപ്പ് ഇറക്കാറില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത്തവണ ED പത്രക്കുറിപ്പ് ഇറക്കിയത് കേരളത്തിൽ വലിയ തോതിൽ ഇതിനെതിരെ ചർച്ചയും വിമർശനവും. ED ഉദ്യോഗസ്ഥരെ തടഞ്ഞു, കയ്യേറ്റം ചെയ്തു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. EDയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ക്ലാരിറ്റി സമൂഹത്തിൽ ഉണ്ടാകണം എന്നവർ വിചാരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ EDയുടെ വക്താവല്ല. ED രാഷ്ട്രീയമായി ജനങ്ങളെ ഉപദ്രവിക്കാൻ, എതിർകക്ഷികളെ ഉപദ്രവിക്കാൻ, എതിരാളി രാഷ്ട്രീയക്കാരെ ഉപദ്രവിക്കാൻ, അല്ലെങ്കിൽ അവരെ തങ്ങളുടെ കൂടെ ചേർക്കാൻ ഉള്ള ഒരു ത്രെട്ടനിങ് ആയി, ഒരു ഭീഷണിയായി ED ഉപയോഗിച്ചിട്ടുണ്ട്. നിരവധി തവണ ഉപയോഗിച്ചത് ശരിയാണ്. ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞു അങ്ങനെ ചിദംബരത്തിനെതിരെ വരെ വരുന്നുണ്ട്. ആ നിയമം ഉണ്ടാക്കിയ ചിദംബരം വരെ EDയുടെ കേസിൽ പ്രതിയായിട്ടുണ്ട്. പ്രതിയായി എന്നുള്ളതുകൊണ്ട് ഒരാൾ കുറ്റം ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് മറുപടി പറയണ്ടേ, ഇത് മുമ്പോട്ട് പോകണ്ടേ? രാഹുൽ ഗാന്ധിക്കെതിരെ ED കേസെടുത്തിട്ടുണ്ട്, സോണിയാഗാന്ധിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ടാവും. അതൊന്നുമില്ല നമ്മൾ പറയുന്നില്ല, കേസെടുത്തോട്ടെ. പക്ഷേ ഇത് പാർട്ടി ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം. ഇവിടെയാണ് പാർട്ടിയിൽ തന്നെ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പുറത്തു വരുന്നത്. പിണറായി വിജയന്റെ മകളെയോ അവരുടെ ബിസിനസിനെയോ അതിൽ റിയാസിനുള്ള പങ്കിനെയോ ഡിഫെൻഡ് ചെയ്യേണ്ട ചുമതല പാർട്ടിക്കില്ല എന്ന് വിശ്വസിക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർ 10,000 കണക്കിനുണ്ട്. അവരാണ് പയ്യന്നൂരും തളിപ്പറമ്പിലും അല്ലെങ്കിൽ തൃക്കരിപ്പൂരും ഒക്കെ മാറി കൂട്ടിയത്. നിങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല, കോഴിക്കോടും പല മണ്ഡലങ്ങളിലും. അപ്പൊ അതുകൊണ്ട് അതൊരു ചോദ്യം. രണ്ടാമത് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് CPM
ഇതിന്റെ ഏറ്റവും പ്രധാന കക്ഷി ഘടകകക്ഷി CPI ആണ്. CPI ഓൾറെഡി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ബിസിനസ്സാണ്, രാഷ്ട്രീയമാണ്. ബിസിനസ് നടത്തി എന്തെങ്കിലും കുറ്റം ചെയ്താൽ അത് പിണറായി വിജയന്റെ മകളാണെന്നുള്ളതോ അല്ലെങ്കിൽ വീണയുടെ ഭർത്താവാണെന്നുള്ളതോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മെമ്പറാണെന്നുള്ളതോ ഒന്നും പറയണ്ട. ബിസിനസ്സിൽ ഇടപെട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് അനുഭവിക്കണം. അപ്പോൾ അത് കുറ്റം ചെയ്ത് അനുഭവിക്കണം. രാഷ്ട്രീയമായി ഞങ്ങൾ അതിനെ കാണുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ ഉണ്ട്. ഏതായാലും ചുരുക്കത്തിൽ വലിയ തോതിൽ ഒരു ഭീഷണി ചക്രവ്യൂഹത്തിൽ ഇപ്പോൾ പെട്ടിട്ടുണ്ട് CPM. ഇത് നൂറിനുമെങ്കിൽ ഒന്നുകിൽ പിണറായി വിജയനെ ഒഴിവാക്കണം, റിയാസിനെ ഒഴിവാക്കണം, വീണയുടെ കേസ് ഞങ്ങൾക്ക് ബന്ധമില്ലാതെ പിണറായി ഡീൽ ചെയ്തോളും എന്ന് CPM പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ തോതിലുള്ള പരാജയം CPM ഉണ്ടാവും. ഇന്നലെ യോഗം വിളിച്ചിട്ട് പോലും വേണ്ടത്ര ആളുകൾ വന്നില്ല എന്ന പരാതി പാർട്ടിക്കുണ്ട്. പാർട്ടിയിലെ പലരും മടിച്ചു നിൽക്കുകയാണ് ഇതിൽ ഡിഫെൻഡ് ചെയ്യാൻ. അതുകൊണ്ട് CPM ഭാവി ഉണ്ടാകണമെങ്കിൽ പിണറായി വിജയൻ ഇല്ലാത്ത ഒരു CPM അല്ലെങ്കിൽ ഈ കെട്ടുപാടുകൾ ഇല്ലാത്തൊരു CPM ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് അണികളുള്ളത്.